ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാണ്. സാധാരണ കാറ്റഗറിയിലൊന്നും പെടാത്ത ഒരു സ്പെഷ്യൽ മ്യൂച്വൽ ഫണ്ട്. ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട് അനലൈസ് ചെയ്യുന്നത് ടിക്കറ്റ് ടൈപ്പിലാണ്. ടിക്കറ്റ് ടൈപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രോ വേർഷന് ഇപ്പോൾ 15% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചിട്ടാണ് ഈ ഡിസ്കൗണ്ട് ഉള്ളത്. ലിമിറ്റഡ് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് പ്രോ വേർഷന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിക്കറ്റ് ടൈപ്പിൻ്റെ പ്രോ വേർഷൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം കേട്ടോ. അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകാം. പലരും ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോ വേർഷൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയുന്നത്. ഓടിച്ചു വിടുന്നേ ഉള്ളൂ, ബാക്കി നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. ഒന്ന്, നമുക്ക് അഡ്വാൻസ്ഡ് സ്ക്രീനിങ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡേറ്റ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോക്ക് ഫോർകാസ്റ്റും നമുക്ക് അവൈലബിൾ ആണ്. അഡ്വാൻസ്ഡ് സ്ക്രീനിങ്ങിൽ തന്നെ ഇൻഫിനിറ്റ് കസ്റ്റം യൂണിവേഴ്സസ് ഉണ്ട്, 60+ സ്റ്റോക്ക് ആൻഡ് 15+ മ്യൂച്വൽ ഫണ്ട് പ്രോ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് കസ്റ്റം ഫിൽറ്റേഴ്സ് ഉണ്ട്. പ്രീമിയം സ്റ്റോക്ക് ആൻഡ് മ്യൂച്വൽ ഫണ്ട് സ്ക്രീൻസ് ഉണ്ട്. ഡേറ്റ എക്സ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ സ്ക്രീൻ ചെയ്തെടുത്ത റിസൾട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഷെയർ ഹോൾഡിംഗ് ഹിസ്റ്ററി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ MMI ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യുവൻസ് ഡേറ്റ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് സെക്ടർ ഡിസ്ട്രിബ്യൂഷനും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സ്റ്റോക്ക് ഫോർകാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈസ് ഫോർകാസ്റ്റ് ഉണ്ട്, റവന്യൂ ഫോർകാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ EPS ഫോർകാസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസൈറ്റ്സിൽ, മ്യൂച്വൽ ഫണ്ട് ഇൻസൈറ്റ്സിൽ, സ്റ്റോക്ക് ഡീൽസ് ഇൻസൈറ്റ്സിൽ ഒരുപാടുണ്ട്. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. കീ മെട്രിക്സ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീനേഴ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്ക്രീനേഴ്സ് തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫിൽറ്റേഴ്സാണ് ഇവിടെ നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ടിക്കറ്റ് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ അധികം സമയം എടുത്തില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തു. SBI ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ടാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് വീണ്ടും ചെയ്തതാണ്, കാരണം നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ്. ഇത് മാത്രവുമല്ല, ഇതിൽ പിയേഴ്സും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പിയേഴ്സ് കുറച്ച് പെർഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. പേര് ഇവിടെ കണ്ടല്ലോ, ഗ്രോത്ത് ഫണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിവിഡൻഡ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രോത്ത് തന്നെയാണ് നല്ലത്. ഫ്യൂച്ചറിൽ നല്ലൊരു വെൽത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രോത്ത് സെലക്ട് ചെയ്താൽ മതിയാകും. ഡിവിഡൻഡ് ഫണ്ടാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം പ്രൈസിംഗ് ഉണ്ട്. ഒരു യൂണിറ്റിന് 251 രൂപ 52 പൈസയാണ് ഇപ്പോഴത്തെ പ്രൈസിംഗ് വന്നിരിക്കുന്നത്. റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ മറ്റ് ഫണ്ടുകളെ അപേക്ഷിച്ചിട്ട് നല്ലൊരു റിട്ടേൺ ആണ് ഈ ഫണ്ട് തരുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യം മനസ്സിലായി. എന്തായാലും പിയേഴ്സ് ഫണ്ട് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ഇതും ഒരു പോസിറ്റീവ് ഫിഗറാണ്. FDനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ തരുന്നുണ്ട്. റെഡ് ഫ്ലാഗ്സ് ഒന്നുമില്ല. ഇതിലെ സ്റ്റോക്കുകൾക്ക് റെഡ് ഫ്ലാഗ്സ് ഒന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് ചില ഫണ്ടുകൾക്ക് ആ റെഡ് ഫ്ലാഗ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് റിട്ടേൺ ആണ്. ഒരു മാസത്തെ റിട്ടേൺ നമുക്കൊന്ന് നോക്കാം. പോസിറ്റീവ് റിട്ടേൺ തന്നെയാണല്ലേ. 6.40% റിട്ടേൺ ഒരു മാസം കൊണ്ടുണ്ടായിട്ടുണ്ട്. 6 മാസത്തെ റിട്ടേൺ നെഗറ്റീവാണ്. അതായത് മാർക്കറ്റ് ഒരു ക്രാഷിലേക്ക് പോയായിരുന്നല്ലോ, യുദ്ധം പ്രമാണിച്ചിട്ട്. അവിടുന്ന് ഇപ്പോൾ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 4.32% ലോസിലാണ് നമുക്ക് 6 മാസത്തെ റിട്ടേൺ കാണുക. എന്നാൽ 1 ഇയറിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ അതൊരു 6% മുകളിൽ പ്രോഫിറ്റിലാണ്, അതായത് പോസിറ്റീവിലാണ്. അപ്പോൾ ഇതിൽ ഈ ക്രാഷും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടു, എന്നിട്ടും അത് പോസിറ്റീവിലാണ്. 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20% പ്രോഫിറ്റ്. CAGR ആണ്, പെർ ഇയർ ഒരു 20% എന്ന രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. വളരെ നല്ല ഫിഗറാണ്. 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ റിട്ടേൺ അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം അന്നേരമൊക്കെ വലിയ ക്രാഷുകൾ, ഈ കൊറോണ ക്രാഷ് എല്ലാം വന്നത് ഈ ടൈമിലാണ്. എന്നാലും ഒരു 16% റിട്ടേൺ ഉണ്ട്. മാക്സിമം റിട്ടേൺ നോക്കുകയാണെങ്കിൽ അതും ഒരു 15.76% ഉണ്ട്. ഇനി SIP റിട്ടേൺ നോക്കുകയാണെങ്കിൽ അതാണ് സൂപ്പറായിട്ട് കാണുന്നത്, 52%. അപ്പോൾ നമുക്കൊരു നിഗമനത്തിലെത്താം, SIP തന്നെയാണ് നല്ലത്. നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിലും SIP തന്നെയാണ് നല്ലത്. കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അത് നമ്മളൊന്ന് ചെറിയ ഇനിഷ്യേറ്റീവ് എടുത്താൽ മതി. കാരണം ഈ ഒരു ക്രാഷും ഒരു അവസരമായിരുന്നു. മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ താഴേക്ക് വന്നു, പിന്നീട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെയും ഇവിടെയൊക്കെ
കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ സൂപ്പർ റിട്ടേൺ ആയേനെ. അപ്പോൾ അല്ലാതെ തന്നെ ഒരു 52% റിട്ടേൺ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി പിയേഴ്സിലൊന്ന് നോക്കിക്കളയാം. അവിടെയും നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്. ആക്സിസിൻ്റെ ഫോക്കസ്ഡ് ഫണ്ട് ഉണ്ട് കേട്ടോ. 1 ഇയർ റിട്ടേൺ ഇതിന് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നു. അതേസമയം 3 ഇയർ റിട്ടേൺ അത്യാവശ്യം ഉണ്ട് താനും. നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. ഞാൻ ഓരോന്നും സ്റ്റഡി ചെയ്യുന്നില്ല, എന്നാലും ഒന്ന് ഓടിച്ച് വിടുന്നുണ്ട്. ഇതിൽ ബെറ്റർ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ ഈ ഫിഗറുകളൊക്കെ എന്താണ്, പോസിറ്റീവാണ് അല്ലേ? ഇതെല്ലാം പോസിറ്റീവാണ്. NAV കുറവാണ്, 46.90 പക്ഷേ നമ്മുടെ SBIക്ക് എത്രയാണ്, 251 ഉണ്ടായിരുന്നു NAV. അത് ഞാൻ വലിയൊരു സംഭവമായിട്ട് കണക്കാക്കുന്നൊന്നുമില്ല. 1 ഇയർ റിട്ടേൺ ആണെന്ന് തോന്നുന്നു അല്ലേ ഈ ഫണ്ടിന് കുറവ്. 1 മന്ത് റിട്ടേൺ എങ്ങനെയുണ്ട്, അടിപൊളിയാണ്. 6 മന്ത്സ് കുറവാണ്, മറ്റേതിനും നെഗറ്റീവ് തന്നെയായിരുന്നു. 1 ഇയർ ഇത് നെഗറ്റീവാണ് കേട്ടോ. 1 ഇയർ റിട്ടേൺ ഒരു നെഗറ്റീവാണ്. 3 ഇയർ കുഴപ്പമില്ല, 5 ഇയർ കുഴപ്പമില്ല. 5 ഇയറും കുറച്ച് കുറവാണ്, നോക്കണേ, കുറച്ച് കുറവാണ്. മാക്സിമം നോക്കിയേ, മാക്സിമം ഓക്കെയാണ്, കുഴപ്പമില്ല. SIP റിട്ടേൺ നോക്കിയേ, അത് കുറവല്ലേ, നോക്കിക്കേ, അത് കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഫണ്ടിലേക്ക് പോകാം. നിങ്ങൾ വിശദമായിട്ട് നോക്കണം കേട്ടോ, നിങ്ങൾ വിശദമായിട്ട് നോക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും മറ്റൊരു നല്ല ഫണ്ട് കിട്ടിയാൽ എടുക്കാമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഇതാണ് SBI ആണ് നമ്മൾ നോക്കി, ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. നല്ലതാണ്, ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് എടുത്ത് തന്നെയാണ്, നല്ല ഫണ്ടാണ്. ഇനി മിറായി അസറ്റിൻ്റെ ഒന്ന് നോക്കാം. മിറായി അസറ്റൊക്കെ സൂപ്പർ കമ്പനിയാണ് കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ NAV അതിലും കുറവാണ് കണ്ടോ, 19 രൂപ 50 പൈസയുള്ളൂ മിറായി അസറ്റിൻ്റെ NAV. അത് കൊള്ളാം. റിട്ടേൺസ് നമുക്കൊന്ന് നോക്കാം. 1 മന്ത് ഓക്കെയാണ്, 6 മന്ത്സ് അതുപോലെ നെഗറ്റീവാണ്, വലിയ കുഴപ്പമില്ല. 1 ഇയർ 3.26% ഉള്ളൂ. 3 ഇയർ വരുമ്പോൾ 24. ഇത് ഭയങ്കര റിട്ടേണാണ്. നമ്മൾ മറ്റ് ഇതിൽ കണ്ടതിനേക്കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ ഇതിലുണ്ട്. കമ്പനികൾ വ്യത്യാസപ്പെടുന്നതാണ്, പോർട്ട്ഫോളിയോ വ്യത്യാസപ്പെടുന്നതാണ് കാരണം. 5 വർഷവും 23. അടിപൊളി. മിറായി ഒന്ന് നല്ലൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. മാക്സിമം റിട്ടേണും 23 തന്നെയാണ്. SIP നോക്കാൻ നമുക്ക് 40-41%. മിറായി കുഴപ്പമില്ല കേട്ടോ. മിറായി നമുക്ക് വലിയൊരു സംഭവങ്ങളൊന്നും കണ്ടില്ല, കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ ഇതും പരിഗണിക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് പരിഗണിക്കുക. ഞാൻ എല്ലാ ഫണ്ടും ഒന്ന് ഓടിച്ച് വിട്ടേക്കാം. ഇനി അടുത്ത് ഫ്രാങ്ക്ലിനാണ്. ഇവർ നല്ലൊരു കമ്പനിയാണ്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ. NAV നമുക്ക് 73.44. ഈ ഭാഗം എല്ലാം ക്ലിയറാണ്, ഓക്കെയാണ്. ഇനി അങ്ങോട്ട് നോക്കണ്ട. റിട്ടേൺസ് നമുക്കൊന്ന് നോക്കിക്കളയാം. റിട്ടേൺസ് നോക്കുന്ന പോലെ തന്നെ പോർട്ട്ഫോളിയോ നോക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതൊക്കെ നല്ല ഫണ്ടായതുകൊണ്ട് നമുക്ക് അധികം തലവേദനയില്ല. എന്നാൽ 6 മാസം റിട്ടേൺ ഇതിൽ നോക്കൂ. ഫ്രാങ്ക്ലിനാണ്, ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ടാണ്. 6 മാസം റിട്ടേൺ ഇവിടെ 1.29% മാത്രമേ കുറവുള്ളൂ. ഇതിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ കുറവ് കണ്ടായിരുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കുക. വലിയ കുറവില്ല എന്നുള്ളത് പോസിറ്റീവ് കാര്യമാണ്. എന്നാൽ 1 ഇയറിൽ കുറഞ്ഞു പോയി. 1 ഇയറിൽ 11% റിട്ടേണേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ കുറഞ്ഞു വരുന്ന സമയമില്ല. നമുക്ക് NAV കണ്ടാൽ അറിയാലോ, ഈ NAV കണ്ടാൽ അറിയാലോ. ഇതിപ്പോൾ കുറഞ്ഞിട്ട് ഒരു 50 രൂപയ്ക്ക് ആകുന്ന സമയത്ത് 50-60 ഒക്കെ ആകുമ്പോൾ കൂടുതൽ യൂണിറ്റ് വാങ്ങുക, കുറച്ചും കൂടെ പൈസ ഇടുക. ഇല്ലെങ്കിൽ അപ്പോൾ പൈസ എന്തായാലും ഇടണം, കാരണം അന്നേരം കൂടുതൽ യൂണിറ്റ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ കറക്റ്റ് പോയിന്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും കുറയുമ്പോൾ നമുക്കറിയാം, കുറയുമ്പോൾ കുറച്ചങ്ങ് മേടിച്ചിടുക, അതൊന്നും നോക്കണ്ട. അങ്ങനെ അപ്പോൾ നമുക്ക് റിട്ടേൺ കൂടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. ഇപ്പോൾ SIP ഇപ്പോൾ 500 രൂപ വെച്ചോ 1000 രൂപ വെച്ചോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, ഒരു 500-1000 കൂടി അങ്ങനെ കുറയുമ്പോൾ അങ്ങ് ഇടുക. മാർക്കറ്റിൽ ഒരു ഫാൾ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. അതുപോലെ 3 ഇയർ റിട്ടേൺ നോക്കിയാൽ 21%, നല്ലതാണ്. 5 ഇയർ അത്രയ്ക്ക് അതില്ല, ഒരു 14%. മാക്സിമം റിട്ടേണോ 18% ഉണ്ട്. SIP 57%, അത് വളരെയധികം കൂടി. അപ്പോൾ ഈ സാധനമാണ് കൂട്ടാൻ പറ്റുന്നത് കേട്ടോ. ഈ സാധനം നമുക്ക് തന്നെ നമ്മുടെ കയ്യിലായിരിക്കുന്നത്, അത് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നീട് എല്ലാ ഫണ്ടുകളും ഉണ്ടല്ലോ, ഇത് ലാർജ് ക്യാപ്പ് ആണോ എന്നൊക്കെ നോക്കണം. ഞാനിവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വെരി ഹൈ റിസ്ക് എന്നുള്ള ഈ ഫാക്ടർ. എല്ലാ ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടുകളും വെരി ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഫണ്ടുകളാണ്. അതേസമയം റിട്ടേണും ഹൈ റിട്ടേൺ ആയിരിക്കും. ഹൈ റിട്ടേൺ ഹൈ റിസ്ക്. എന്നാൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കറിയാം അത് വളരെയധികം ഡേഞ്ചറാണ്. വളരെ നന്നായിട്ട് സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്റ്റോക്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, എല്ലാ ദിവസവും തന്നെ ഇൻവെസ്റ്റ് ചെയ്യും, ഷോർട്ട് ടൈമിലേക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് അറിയാം അതിൻ്റെ ഒരു റിസ്ക് കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഇത്രയും പഠിച്ചും ഒക്കെയാണ് ചെയ്യുന്നത്, ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ പോയിട്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല. അവർക്ക് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് നല്ലത്. അതിലിതാ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. ഇങ്ങനെയൊന്നും ഇല്ല. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇക്വിറ്റിക്ക് റിസ്ക് ഇല്ലേ? റിസ്ക് ഉണ്ട്. പക്ഷേ റിസ്ക് എടുത്താലേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, ഒരു സ്റ്റോക്ക്.
അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റോക്കിലാണെന്ന് അർത്ഥം. നമ്മളൊരു 20,000 30,000 അല്ലെങ്കിൽ 50,000 ഒക്കെ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിലായിരിക്കും. ആ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ പൈസ മൊത്തം പോയി. മൊത്തമില്ലെങ്കിൽ കുറച്ചെങ്കിലും പോകാം അല്ലേ, നഷ്ടം വരാം. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെയല്ല. അതിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. മിക്കതിനും തന്നെ ഒരു 40ഓളം സ്റ്റോക്കുകൾ ഈ ഫണ്ടിനകത്തുണ്ടാവും. ഒരു കമ്പനി ഇപ്പം നഷ്ടപ്പെട്ട് ഡീലിസ്റ്റ് ആയി പോയാൽ പോലും മ്യൂച്വൽ ഫണ്ടിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ചെറിയൊരു ക്ഷീണം വരും, അവർ അത് വിറ്റുമാറി അടുത്ത് വാങ്ങും. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അധികം സ്റ്റഡിയൊന്നും ചെയ്യാത്തവർ, സമയമൊന്നും അധികം മെനക്കെടാൻ ഇല്ലാത്തവർ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് കേട്ടോ ബെറ്റർ. ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങളങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് റിസ്ക്കൊക്കെ എടുക്കാം, എന്നാലേ നമുക്ക് നല്ല റിട്ടേൺ കിട്ടുള്ളൂ. അല്ല നമ്മൾ ബോണ്ടിലൊക്കെ കൊണ്ടുപോയിട്ടാൽ നിങ്ങൾക്ക് റിട്ടേൺ അറിയാമല്ലോ, അത്രയ്ക്ക് കിട്ടുള്ളൂ. അല്ല FD ഇട്ടാലും അറിയാം റിട്ടേൺ അത്രയ്ക്കേ കിട്ടുള്ളൂ. ഗ്യാരണ്ടീഡാണ്, പക്ഷേ അതേ ഉള്ളൂ, അതിൻ്റെ കൂടുതലില്ല. ഇത് വേണമെങ്കിൽ 50% 40% ഒക്കെ കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് നമ്മുടെ ഷെയറും സ്റ്റോക്ക് മാർക്കറ്റിലെ ഷെയറും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും ഒക്കെയാണ്. എപ്പോഴും അത്രയും കിട്ടണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അടുത്ത നമ്മൾ 2 കൂടിയാണ് നോക്കാനുള്ളത്. നിപ്പോൺ ഇന്ത്യ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട്. നോക്കിക്കളയാം, നിപ്പോൺ ഇന്ത്യയും കൊള്ളാം, സൂപ്പർ സംഭവമാണ്. പക്ഷേ ഇവിടെ നമ്മൾ 2 നെഗറ്റീവ് സംഭവങ്ങൾ കണ്ടു. ഒന്ന് എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ് എന്ന് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഫണ്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. റിട്ടേൺ കൂടെ നോക്കിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ റെഡ് ഫ്ലാഗും ഉണ്ട്. അതായത് ഈ ഫണ്ടിലുള്ള ചില സ്റ്റോക്കുകൾക്ക് റെഡ് ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് റിട്ടേൺ നോക്കിക്കളയാം. 1 മന്ത് ബെറ്ററാണ്. 6 മന്ത്സിൽ ഇത് പോസിറ്റീവായി, ഇത് കണ്ടില്ലേ. റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിലും ഒരു ചെറിയ പോസിറ്റീവാണ്, അവിടെ നിൽക്കട്ടെ. 1 ഇയർ നോക്കാം 12%, അതുപോലെ 3 ഇയർ നോക്കാം 24%, 5 ഇയർ 14%, മാക്സിമം 18, SIP 59. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റിട്ടേൺ വൈസ് വലിയ കുഴപ്പമില്ല കേട്ടോ ഫണ്ട്. പക്ഷേ ഇവിടെ 2 സംഭവങ്ങളുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിലൊന്ന് നിപ്പോൺ ഇന്ത്യ ഒഴിവാക്കാം. അതുപോലെ തന്നെ അടുത്തത് ഇനി ആദിത്യ ബിർള SL ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ടാണ്. നമുക്കൊന്ന് കണ്ടുകളയാം. പ്രൈസിങ് ഓക്കെയാണ്, 98.46. റിട്ടേൺസ് ഇവിടെ ഇതെല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, റെഡ് ഫ്ലാഗ് ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് റിട്ടേൺ ഒന്ന് നോക്കിക്കളയാം. 1 മന്ത് ഓക്കെ, 6 മന്ത്സ് 1.31% ആണ്, സ്വാഭാവികം, കുഴപ്പമില്ല. എന്നാൽ 1 ഇയർ നോക്കിക്കുക, ചെറിയ റിട്ടേണേ ഉള്ളൂ, 6.17. ഓക്കെ, 3 ഇയേഴ്സ് 18%. ഓക്കെ, 5 ഇയർ 11.67%, മാക്സിമം 14, SIP 44. ഇപ്പോൾ റിട്ടേൺ ഇതിൽ ഒരു ശകലം കുറവ് കാണുന്നുണ്ട് ഈ ഒരു ഫണ്ടിൽ. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പോർട്ട്ഫോളിയോ കൂടെ നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു മണിക്കൂർ മുകളിലേക്ക് പോകും. ബാക്കി കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് സ്റ്റഡി ചെയ്യണം കേട്ടോ. ഞാൻ അതിനൊരു ഇഗ്നീഷ്യം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു തീ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അതൊന്ന് സ്റ്റഡി ചെയ്യുക. എന്തായാലും എൻ്റെ കയ്യിലുള്ളത് SBI ഫോക്കസ്ഡ് ഫണ്ടാണ്. ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പം എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിയത് കൊണ്ട് പ്രോഫിറ്റിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന SBI ഫോക്കസ്ഡ് ഫണ്ടാണ്. അതിൻ്റെ പിയേഴ്സുകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. ടിക്കർ ടൈപ്പിൻ്റെ പ്രോ വേർഷൻ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രോ വേർഷൻ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ചെയ്താൽ മതി. 15% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ചെറിയ ചാർജുകളൊക്കെ ഉള്ളൂ, ഇവിടെ കാണാൻ പറ്റും ചാർജുകളൊക്കെ, കണ്ടില്ലേ, ചെറിയ ചാർജുകളൊക്കെ ഉള്ളൂ. ഇത് 12 മാസത്തേക്കാണ്, അതായത് 1 ഇയറൊക്കെയാണ്. അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.